Students, welcome back to our class. Today's our topic is perquisites or perks. Perquisites means monetary benefits, emoluments, facilities or other advantages provided by the employer to the employee in addition to salary. ഒരു എംപ്ലോയിക്ക് അയാളുടെ സാലറിക്ക് പുറമെ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ്, പണമായിട്ട് നൽകുന്ന ബെനിഫിറ്റ്സ്, ഇമോളുമെൻറ്റ്സ്, പ്രതിഫലം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റീസ്, ഇവയെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ശമ്പളത്തിന് പുറമെ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും മോണിറ്ററി പണപരമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ്, ഇമോളുമെൻറ്റ്സ്, എന്തെങ്കിലും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പ്രൊവൈഡഡ് എയ്തർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓർ ഇൻ സർവീസ്. അത് ഒന്നുകിൽ ക്യാഷായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസായിട്ട് പെർക്വിസിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. Casual emoluments or benefits attached to an office or position in addition to the salary or wages. സാലറിക്കും വേജസിനും അഡീഷണലായിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ക്യാഷ്വൽ ഇമോളുമെൻറ്റ്സ് ആണ്, സാധാരണ രീതിയിൽ നൽകുന്ന പ്രതിഫലങ്ങളാണ്. ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്നതിന് ആ വ്യക്തിക്ക് നൽകുന്ന പ്രതിഫലത്തിനെയാണ് ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ബെനിഫിറ്റ്സ് ടു എ മാൻ ബൈ ഗോയിങ് ഇൻ ടു ഹിസ് ഓൺ പോക്കറ്റ്. ഏത് വ്യക്തിയാണോ വാങ്ങുന്നത് അയാളുടെ ബെനിഫിറ്റായിട്ടാണ് ഈ പെർക്വിസിറ്റ്സിനെ കണക്കാക്കുന്നത്. നീഡ് നോട്ട് ബി ഓൺലി ഇൻ കൈൻഡ്, ഇറ്റ് ക്യാൻ ബി ഇൻ ക്യാഷ്. അത് സാധനമായിട്ട് തന്നെ, കൈൻഡായിട്ട് തന്നെ വാങ്ങണമെന്നില്ല, ക്യാഷായിട്ടും പെർക്വിസിറ്റ്സ് വാങ്ങാൻ പറ്റുന്നതാണ് എംപ്ലോയിക്ക്. പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ്സ്, പെർക്വിസിറ്റ്സിനകത്ത് എന്തൊക്കെ വരാം, അല്ലെ എന്തൊക്കെയാണ് പെർക്വിസിറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയിക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ദാറ്റ് മീൻസ് ഇയാൾക്ക് റെൻ്റ് ഒന്നും കൊടുക്കണ്ട, ഒരു അക്കോമഡേഷൻ, ഇയാൾക്ക് താമസിക്കാൻ ഉള്ള സൗകര്യം എംപ്ലോയിക്ക് കൊടുക്കുന്നു, പക്ഷേ റെൻ്റ് ഒന്നും ഈടാക്കുന്നില്ല. അക്കോമഡേഷൻ ഇൻക്ലൂഡിങ്, ചില സമയങ്ങളിൽ ഇയാൾക്ക് വീട് കൊടുക്കുന്നതിനൊപ്പം തന്നെ സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിനെല്ലാം പെർക്വിസിറ്റ്സ് എന്നാണ് പറയുന്നത്. കൺസെഷണൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കൺസെഷൻ മീൻസ് സാധാരണ അതിൻ്റെ വാടക 1000 10,000 ആണെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്നും അതിൽ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുക. ഒരു കൺസെഷൻ നൽകി ചെറിയ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ചെറിയൊരു എമൗണ്ടിന് ഈ പറയുന്ന വീട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കാം. വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ലൈക്ക് ഫർണിച്ചർ ഇൻ ദ അക്കോമഡേഷൻ. കൂടാതെ വീട് കൊടുക്കുക, വീടിനൊപ്പം തന്നെ വീണ്ടും ഫർണിച്ചർ ഈ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുക. പേഴ്സണൽ ഒബ്ലിഗേഷൻസ് ഓഫ് എംപ്ലോയി മീറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ലിഗേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ ഈ എംപ്ലോയർ പേയ്മെൻറ്റ് നടത്തുക. ഫണ്ട്സ് പെയ്ഡ് ബൈ എംപ്ലോയർ അതർ ദാൻ RPF ഇൻഷുറൻസ് ഫണ്ട്. റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും ഇൻഷുറൻസ് ഫണ്ടിലേക്കും അല്ലാതെ വേറെ ഏതെങ്കിലും ഫണ്ടുകൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇവയെല്ലാം പെർക്വിസിറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും പെർക്വിസിറ്റ്സിനെ 4 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർക്സ് എക്സംപ്റ്റഡ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ടാക്സ് കൊടുക്കണ്ട. ഈ തരത്തിലുള്ള പെർക്വിസിറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ടാക്സ് ഇല്ല. പെർക്സ് ടാക്സ്ഡ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസും ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന പെർക്വിസിറ്റ്സ് ഉണ്ട്. പെർക്സ് ടാക്സ്ഡ് ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ചില എംപ്ലോയീസ് മാത്രം ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട പെർക്വിസിറ്റ്സ് ഉണ്ട്. കൂടാതെ പെർക്സ് എക്സംപ്റ്റഡ് ഫോർ എംപ്ലോയീസ് ബട്ട് ടാക്സബിൾ ഫോർ എംപ്ലോയർ അണ്ടർ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. പെർക്സ് എക്സംപ്റ്റഡ് ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇതിന് ടാക്സ് കൊടുക്കണ്ട ചില പെർക്വിസിറ്റ്സ് എംപ്ലോയി വാങ്ങിക്കഴിഞ്ഞാൽ, പക്ഷേ ടാക്സ് ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയർ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്നാണ് പറയുന്നത്. ഇതിപ്പം പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 തരത്തിലാണ് പെർക്വിസിറ്റ്സ് വരുന്നത്. ഒന്ന്, ഒരു എംപ്ലോയിയും ചില പെർക്വിസിറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആരും ടാക്സ് കൊടുക്കേണ്ടാത്തത്. 2, പെർക്സ് ടാക്സ്ഡ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസും ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ്. പെർക്സ് ടാക്സ്ഡ് ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ചില പ്രത്യേക എംപ്ലോയീസ് മാത്രം ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ്. കൂടാതെ എംപ്ലോയി പേയ്മെൻറ്റ് നടത്തേണ്ട, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് എംപ്ലോയർ ആയിരിക്കും. ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്.